ഓട്ടോ തൊഴിലാളികൾക്കും വേണം തൊഴിൽ സംരക്ഷണം. മാന്യമായി സ്വയം തൊഴിൽ മാർഗത്തിലൂടെ ഉപജീവനത്തിനായി സേവനം ചെയ്യുന്ന ഓട്ടോ തൊഴിലാളികളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അപമാനിക്കുന്ന ദുർനിയമങ്ങൾ നടപ്പിലാക്കരുത്. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരുടെ വ്യക്തതയില്ലാത്ത പ്രസ്താവനകൾക്ക് കാരണം ഓട്ടോ തൊഴിലാളികളും യാത്രക്കാരും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കഴുതയെ പോലെ ജോലി ചെയ്യേണ്ട അവസ്ഥയുമായിരിക്കുന്നു. ഓട്ടോക്കാരുടെ ജീവിതമുലയുന്നേ, നാട്ടിലിന്ന് അധികാരികളുടെ നിയമം മാറുന്നേ. ഓട്ടോക്കാരുടെ ജീവിതമുലയുന്നേ, നാട്ടിലിന്ന് അധികാരികളുടെ നിയമം മാറുന്നേ. പല പല നിയമങ്ങൾ കുരുക്കാവുന്നേ, വഴിയില്ലാതലയുന്ന ഗതിയിലാണേ. പിടയുന്ന മനസ്സുമായി നിരത്തിലുണ്ടേ ഓട്ടോക്കാരുടെ ജീവിതമുലയുന്നേ, നാട്ടിലിന്ന് അധികാരികളുടെ നിയമം മാറുന്നേ. ജാഥ വിളിക്കാനും കൊടി പിടിക്കാനും ആട്ടോക്കാർ വേണം. അന്നോടൊന്ന് കിട്ടി അന്നോടൊന്ന് അരി വാങ്ങിച്ച് ജീവിക്കണം. അതിലൂടെ ആയിരക്കണക്കിന് രൂപ പെറ്റി, 30,000 രൂപ പെറ്റി പച്ചക്കറിയും കയറ്റി വന്ന ആളിന് ആ പച്ചക്കറി വിറ്റാൽ 2,000 രൂപ കിട്ടുള്ളൂ. 20,000 രൂപ പെറ്റി അടിച്ചെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ ചോദിക്കാനും പറഞ്ഞ ആളുണ്ട് ഈ രാജ്യത്ത്. കാറ് കൊണ്ട് സൈഡിൽ ഇട്ടുന്ന ഒരു കുറ്റവുമില്ല. ഒരു ആട്ടോ കൊണ്ട് നിർത്തിയിട്ട് പിള്ളേർക്ക് ചിലപ്പോൾ 2 ബിസ്ക്കറ്റ് ആയിരിക്കും വാങ്ങിക്കാൻ പോണത്, അല്ലെങ്കിൽ ഒരു ചായ ആയിരിക്കും കുടിക്കാൻ പോണത്. ഉടനെ അവന് 500 രൂപ 2,000 രൂപ പെറ്റി. ചിലപ്പം സ്കൂളെടുത്താനായിരിക്കും നിൽക്കുന്നത്. അപ്പോഴായിരിക്കും ടൗണിലെ ഓട്ടോക്കാർക്ക് മീറ്റർ ഇട്ടോടാമെന്നും പഞ്ചായത്തോട്ടോകളിൽ മീറ്റർ നഷ്ടമാ. പഞ്ചായത്തോട്ടം പോയാൽ 1 സൈഡ് ചാർജേ ഉള്ളൂ. തിരിച്ചൊന്നു സ്റ്റാൻഡിൽ എത്താൻ കീശ കാലിയാ. പെരുകുന്ന ഇന്ധനഭാരം, ഉരുകുന്ന ജീവിതത്യാഗം, മല പോലെയുള്ളൊരു നിയമം ഉടനങ്ങ് മാറ്റാൻ നോക്ക്. പഞ്ചായത്തോട്ടോക്കാർക്കീ നിയമം നഷ്ടമാ. ഓട്ടോക്കാരുടെ ജീവിതമുലയുന്നേ, നാട്ടിലിന്ന് അധികാരികളുടെ നിയമം മാറുന്നേ. തീരുമാനത്തെ കുറിച്ച് തീരുമാനം നടപ്പിലാകുന്ന തീരുമാനമല്ല. ഇത് ഗവൺമെന്റ് തീരുമാനമാണോ ഗണേഷ് കുമാറിന്റെ തീരുമാനമാണോ നമുക്കറിയാം. ഇത് ഗവൺമെന്റിന് ദോഷം ചെയ്യുന്ന ഒരു തീരുമാനം തന്നെ. ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരുടെ തൊഴിൽ മേഖലയാണ് ഓട്ടോറിക്ഷ ഫീൽഡ്. ഈ ഗ്രാമപ്രദേശമാണ്, ഇത് പഞ്ചായത്ത് ഏരിയയാണ്. ഈ പഞ്ചായത്ത് ഏരിയയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ പോയാൽ ഇപ്പം ഞങ്ങൾ 80 രൂപ മേടിക്കുന്നിടത്ത് മീറ്റർ 40 രൂപ കാണിക്കുന്നു. 40 രൂപ കാണിച്ചാൽ അവിടെ ചെല്ലുന്ന യാത്രക്കാരൻ ഞങ്ങൾ അടിവെക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുന്നത് 10 രൂപ റിട്ടേൺ ചാർജ് ഇങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ ഈ തീരുമാനം ഗവൺമെന്റിന്റെ തീരുമാനമാണോ ഗണേഷ് കുമാറിന്റെ തീരുമാനമാണോ ഞങ്ങൾക്ക് അറിയേണ്ടത്. അത് പുള്ളിക്ക് പറയാമല്ലോ. ഞങ്ങൾ സാധാരണക്കാരൻ, ഞങ്ങൾക്ക് പൈസ കിട്ടാൻ ഞങ്ങൾക്ക് അരി മേടിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഓടി കിട്ടുന്ന പൈസ കൊണ്ട് അരി മേടിക്കുന്ന ആളുകളെ. അപ്പോൾ പുള്ളിക്കത് പറയാം. പുള്ളി നല്ല മന്ത്രി വന്നിട്ട് തിരിക്കും. ഞങ്ങൾക്കത് പറയാം. റോഡിലെ കുഴികൾ താണ്ടി പല പല ഗിയറും മാറ്റി പണിയായി ഓട്ടോ വീട്ടിൽ ഷെഡിൽ ഉറക്കമാ. പണിയായി കാശും ഇല്ല, ടെസ്റ്റിന്റെ സമയമെടുത്താൽ പലിശയ്ക്ക് കാശും തേടി നെട്ടോട്ടമാണേ. കഴിയില്ല ഈ ഒരു നിയമം പഞ്ചായത്തോട്ടോക്കാർക്ക്. ഈ ഞങ്ങളോട്ടോക്കാര് നാടിൻ്റെ സേവകരാണേ. വന്നുള്ള മീറ്റർ നിയമം പാടെ മാറ്റണേ. ഓട്ടോക്കാരുടെ ജീവിതമുലയുന്നേ, നാട്ടിലിന്ന് അധികാരികളുടെ നിയമം മാറുന്നേ. പല പല നിയമങ്ങൾ കുരുക്കാവുന്നേ, വഴിയില്ലാതലയുന്ന ഗതിയിലാണേ. പിടയുന്ന മനസ്സുമായി നിരത്തിലുണ്ടേ ഓട്ടോക്കാരുടെ ജീവിതമുലയുന്നേ,
നാട്ടിലിന്ന് അധികാരികളുടെ നിയമം മാറുന്നേ.